ഓ പെൺകുട്ടികളെ, ഓ ആൺകുട്ടികളെ, ഇബ്നു നബാത്തത്തുൽ മിസ്രി തങ്ങൾ പറഞ്ഞതുപോലെ അതേ വരണ്ട തേങ്ങയും വിളഞ്ഞ തേങ്ങയും മാത്രമല്ലല്ലോ പറിക്കാറുള്ളത്, അതാ ബന്നങ്ങയും കരിക്കുമൊക്കെ പറിക്കാറില്ലേ? ഇതുപോലെ താടിയും തലയും നരക്കേണ്ടതില്ലല്ലോ. നിശ്ചയിച്ച സമയത്ത് എത്രയെത്ര ചെറുപ്പക്കാരൻ മരിച്ചുപോയി. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരാൾ പറയുന്നത് 20 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനുണ്ട് ഉസ്താദേ, അതാ ഇന്ദിരാ ഹോസ്പിറ്റലിൽ ഒന്ന് കയറി നോക്കിയിട്ട് ഒന്ന് മന്ത്രിച്ചു കൊടുക്കുമോ, ക്യാൻസറാണ്. ഞാൻ വല്ലാത്ത ക്ഷീണമുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് നാളെയാക്കാം. അപ്പോൾ ചെറുപ്പക്കാരൻ്റെ മറുപടി, നാളെ ചിലപ്പോൾ ഉണ്ടാകുമോ എന്നറിയില്ല, ഡോക്ടർമാര് മടക്കിയിട്ട് തൽക്കാലം ഇവിടെ കിടത്തിയതാണ്. ഞാൻ ആ പോകുന്ന പോക്കിൽ തന്നെ കയറി അദ്ദേഹത്തിന് മന്ത്രിച്ചു കൊടുത്തു. അല്ലാഹു അദ്ദേഹത്തിന് അഫിയത്തും ശിഫയും നൽകട്ടെ. പടച്ച റബ്ബേ, അത്തരത്തിലുള്ള രോഗങ്ങളൊന്നും ആർക്കും നീ തന്നേക്കല്ല അല്ലാ. വയസ്സ് 20 ചെറുപ്പക്കാരാ, കല്യാണം കഴിഞ്ഞിട്ടില്ല. ഏത് സമയത്തും ഏത് രോഗവും വന്നുകൂടെ, എന്തും സംഭവിച്ചുകൂടെ. അതിനെ സംബന്ധിച്ചൊരു ബോധം പെൺകുട്ടികൾക്ക് വേണം, ആൺകുട്ടികൾക്ക് വേണം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഉസ്താദേ, വെച്ച ബിരിയാണി ആരും കഴിച്ചിട്ടില്ല. സിറാജുൽ ഹുദയിൽ കൊടുത്തേച്ച കുട്ടികൾക്ക് കൊടുക്കുമോ? കല്യാണ വീട്ടിൽ നിന്നാ വിളി. എന്താ കാരണം? ബിരിയാണി വെച്ചിട്ടുണ്ട്, പക്ഷേ ഭക്ഷണം വിളമ്പുന്നതിന് മുമ്പ്, നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് പെൺകുട്ടി ആരുടെയോ കൂടെ ഇറങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. ബാപ്പയോട് ചെയ്ത അക്രമം, ഉമ്മയോട് ചെയ്ത അക്രമം, കുടുംബത്തോട് ചെയ്ത അക്രമം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എത്ര അധ്വാനിച്ചിട്ടാണ് ഒരു വരനെ കണ്ടെത്തിയത്, എത്ര അധ്വാനിച്ചിട്ടാണ് പൊന്ന് സംഭരിച്ചത്, എത്ര അധ്വാനിച്ചിട്ടാണ് കല്യാണം നിശ്ചയിച്ചത്, എത്ര അധ്വാനിച്ചിട്ടാണ് ആളുകളെയും കുടുംബക്കാരെയും ക്ഷണിച്ചു വരുത്തിയത്, എത്ര ചെലവഴിച്ചിട്ടാണ് ബിരിയാണി വെച്ചത്. പക്ഷേ ചെമ്പിൽ വെന്തുകൊണ്ടിരിക്കുമ്പോ ബാപ്പ ഉമ്മ പോറ്റി വളർത്തിയ ഉമ്മയാണ്, അതേ മുല കൊടുത്ത ഉമ്മയാണ്. വയറ്റിൽ നിന്ന് എത്രയോ മടിയിൽ കാട്ടിച്ചു വെച്ചതാണ്, മൂത്രമൊഴിച്ചതാണ്. ഉമ്മ എത്രയോ മൂക്ക് പിടിച്ചു തന്നതാണ്, അതേ ഉമ്മയെ എത്രയോ നുള്ളിപ്പറിച്ചതാണ്, അതേ കടിച്ചു കീറിയതാണ്. എന്നിട്ടൊന്നും സ്നേഹത്തിനൊരു കുറവുമില്ലാതെ പോറ്റി വളർത്തിയ ഉമ്മയല്ലേ. എത്രയോ അധ്വാനിച്ച് പലരുടെയും ആട്ടും തുപ്പു കേട്ട് നാട്ടിലും വിദേശത്തുമൊക്കെ അധ്വാനിച്ച് എന്തെല്ലാം വിഷമം അനുഭവിച്ചിട്ടാണ് ഈ ചെറിയ മോളെ പോറ്റി വളർത്തിയത്. വലിയ സന്തോഷത്തോടെ അനുയോജ്യമായ അതേ കുടുംബത്തോട് യോജിക്കുന്ന ദീനുള്ള നല്ല ഒരു വരനെ കണ്ടെത്തി ആ വിവാഹം നിശ്ചയിച്ച് അത് നടക്കേണ്ട സമയം വലിയ സന്തോഷത്തിൽ നല്ല പുതിയ തുണിയും കുപ്പായവും ഒക്കെ ഇട്ട് ഉമ്മയും ബാപ്പയും ഒക്കെ സന്തോഷിക്കാനിരിക്കുമ്പോ മകളെ കാണുന്നില്ല. ബാപ്പ ഉമ്മയോട് ഇതിനേക്കാൾ വലിയ അക്രമം വേറെ വല്ലതും ചെയ്യാനുണ്ടോ? കുടുംബം മുഴുവനും നാണിച്ചുപോയി, എല്ലാവരും ലജ്ജിച്ച് തലതാഴ്ത്തിപ്പോയി, ആർക്കും ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ചോദിച്ചതാ, ബിരിയാണി ചെമ്പങ്ങനെ അങ്ങ് കൊടുത്തേക്കട്ടെ, അത് നശിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ, കൊടുത്തു വെച്ചോളാൻ പറഞ്ഞു. ഇത് എന്റെ അനുഭവമാ. എന്തൊരാഹൃസമാനാണ്, ഏതൊരു ലോകമാണ്. ഒരൽപ്പവും അല്ലാഹുവിൽ വിശ്വാസില്ലേ, ആഖിറത്തിൽ വിശ്വാസില്ലേ? അങ്ങനെ ആകാൻ പറ്റൂല. നല്ല മതബോധം വേണം നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ, കല്യാണ വീട്ടിൽ കൂത്താട്ടം നടക്കുമ്പോ മേൽപോട്ട് തുള്ളുമ്പോ ഹറാമും ഹലാലും നോക്കാത്ത പണിയെടുക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അങ്ങകലെ നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട
ചെറിയ പിഞ്ചുമക്കളെ അതാ തോക്ക് വെച്ച് ചൂണ്ടിയിട്ട് കൊല്ലുന്നുണ്ട്. അപ്പുറത്ത് ബോംബ് വന്ന് വീണിട്ട് വീട് തകരുന്നതോടുകൂടെ അവിടുന്ന് ചെറിയ പിഞ്ചുമക്കൾ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കുടുങ്ങി പെടയുന്നുണ്ട്. ഇതൊക്കെ മുസ്ലിം ഉമ്മത്തിലുള്ള ചെറിയ മക്കൾ വരെ വിഷമിക്കുന്ന വിഷമങ്ങളാണ്. അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോ നമ്മളെ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർക്കൊരു കല്യാണം വരുമ്പോ അവർക്കതാ നിലത്ത് നിൽക്കാൻ തോന്നുന്നില്ല. തുള്ളല് തന്നെ, ചെണ്ട കൊട്ടല് തന്നെ. അതേ 10,000 സംഖ്യയുടെ അതാ പടക്കം കൊണ്ടുവന്ന് പടപടാ പൊട്ടിച്ച് അപ്പുറത്ത് ക്യാൻസർ രോഗി ചികിത്സക്ക് പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പുറത്തൊരു മകളെ കല്യാണം കഴിപ്പിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അതിന്റെ നേരെ അപ്പുറത്ത് കടത്തിൽ കുടുങ്ങിയിട്ട് വീട് പണയത്തിലായി ജപ്തിയായവരുണ്ട്. അങ്ങനെ തുടങ്ങി 1000 പാവപ്പെട്ടവരപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുമ്പോ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. ഇതെന്തൊരു അഹങ്കാരമാണ്. ഈ അഹങ്കാരവുമായി ഇനിയും നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് അതാ മറ്റ് രാജ്യങ്ങളിൽ കേട്ട സംഭവങ്ങളെങ്ങാനും റബ്ബ് കാക്കട്ടെ, അതാ നമ്മുടെ നാടുകളിലും വീടുകളിലും വന്നാൽ തടുക്കാൻ ആരുണ്ട് ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയാൽ ആര് തടുക്കും? അതിനെ സംബന്ധിച്ച് നല്ല ബോധം വേണം.